അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിലും ആ നിലക്ക് മാതാപിതാക്കൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വളർന്നു വരുന്ന ചെറിയ കുട്ടികളുടെ വിഷയത്തിൽ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളാണ്, പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളാണ്. കാലത്തിൻ്റെതായ മാറ്റം അത് നമ്മുടെ മക്കളിലും എല്ലാം വന്നിട്ടുണ്ട്. ആ മാറ്റത്തിൽ നിന്ന്, ആ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകളും ശ്രദ്ധയും കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചിടത്തും നന്മയുടെ മാർഗത്തിൽ നമ്മുടെ മക്കളെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായിരിക്കും, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചു തരുന്ന വിഷയങ്ങൾ അതെല്ലാ കാലത്തേക്കും പ്രസക്തമായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും മക്കളുടെ വിഷയത്തിൽ നമ്മുടെ മേൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്താണുള്ളത് അത് കൃത്യമായി മനസ്സിലാക്കുകയും അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാവും, അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ള ഓരോ ആളുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളോട് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്നുള്ളത്. അത് ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമരായ സത്യവിശ്വാസികളുടെ പ്രാർത്ഥന പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് പഠിപ്പിച്ച നിലവല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ എന്നുള്ള പ്രാർത്ഥന അല്ലെ, നമ്മുടെ മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാകുന്നു അവർ. ആ ഉത്തമരായിട്ടുള്ള വിശ്വാസികളുടെ ഗുണമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലെ, 40 വയസ്സ് പൂർത്തിയായ ഒരാൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളുടെ വിഷയത്തിൽ എനിക്ക് നന്മ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ സുരക്ഷിതമാക്കണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുള്ളത്. മാത്രമല്ല പ്രവാചകന്മാരൊക്കെ പല പ്രവാചകന്മാരും സന്താനങ്ങളില്ലാതെ പരീക്ഷിക്കപ്പെട്ട ഘട്ടത്തിൽ അവർ മക്കളെ ചോദിച്ചപ്പോൾ ചോദിച്ചത് തന്നെ എങ്ങനെയാണ്, സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കളെ ചോദിക്കുകയാണ് അവർ ചെയ്തത്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹിനോട് ചോദിക്കേണ്ടതെന്നാണ്. അതാണ് ആ പ്രവാചകന്മാരുടെ മാതൃകയിലുള്ളത്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ റബ്ബേ നീ എനിക്ക് നൽകണമേ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ല, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ത്വയ്യിബായ നല്ല മക്കളെ റബ്ബേ നീ നിന്റെ അടുക്കൽ നിന്ന് എനിക്ക് നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ സമ്പാദ്യം ഹലാലാവുക എന്നുള്ളത്. നേരിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതും മക്കളും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പലരും ചിന്തിക്കും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ സമ്പാദ്യം ഹലാലല്ല എന്നുണ്ടെങ്കിൽ ഹറാമിൻ്റെ സ്വത്തുക്കളാണ് നമ്മുടെ സമ്പാദ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ ഹറാമ് തിന്നിട്ടാണ് അവർ വളരുന്നത്. നമ്മുടെ മക്കൾ ആ ഹറാമ് തിന്ന് വളരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നന്മയിലായി തീരുക എന്നുള്ളത്, സ്വർഗത്തിൻ്റെ ആളുകളായി തീരുക എന്നുള്ളത് വലിയ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. നമുക്കും അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും ഹലാല് കൊടുക്കാൻ അതിലൊരു ശ്രദ്ധ നമ്മൾ ഉണ്ടാകണം. വളരെ നിർബന്ധ ബുദ്ധിയാൽ നമ്മൾ ചെയ്യേണ്ട വിഷയമാണത്. ഹറാമ് തിന്ന് വളരുന്ന തടിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിഷിദ്ധങ്ങളിൽ നിന്ന് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന തടി അന്നാറു ഔലാ ബിഹ എന്നാണ് റസൂൽ പറയുന്നത്. നരകാണ് അതിനേറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം ആ തടിക്ക് എന്നാണ്, ആ ശരീരത്തിന് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് ഹലാലായത് മാത്രമേ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ, നമ്മുടെ സമ്പാദ്യത്തിൽ ഹലാൽ മാത്രമേ ഉള്ളൂ എന്ന്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പല നിലക്കുള്ള ബിസിനസ്സുകളും വ്യവസായങ്ങളും പല രൂപത്തിൽ പലിശയും നിഷിദ്ധമായിട്ടുള്ള ഒരുപാട് രൂപത്തിലുള്ള കച്ചവടത്തിൻ്റെ കൂടെ പല രീതിയിലുള്ള തെറ്റായ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പല പേരിലാണ് വരുന്നത്, പല നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുണ്ട്. അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഹലാലായതാണെന്ന് ഉറപ്പുള്ളത് മാത്രം നമ്മുടെ സമ്പാദ്യത്തിൽ ഉണ്ടാകാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിനോട് ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് ഒരാളുടെ ഹൃദയം നന്നാവുക, ഒരാളുടെ ഹൃദയം ലോലമായി തീരുക എന്ത് കാര്യം കൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞത് ബി അക്ലിൽ ഹലാൽ, ഹലാൽ കഴിക്കുന്നത് കൊണ്ടാണ്. ഹലാലാണ് ഭക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരാൾ നന്നാവാനുള്ള കാരണമാണതെന്നാണ്. ഹറാമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് തിന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ
അവർ പിന്നെ തിന്മയിലേക്ക് ആയിത്തീരാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുക. അവർ നന്മയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ പ്രയാസകരമായിരിക്കും. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, മാതാപിതാക്കൾ മാതൃകയാകണം എന്നുള്ളതാണ്. മാതാപിതാക്കളും നമ്മൾ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളുകളും ദീനിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും എല്ലാവരും മാതൃകകളാണ്. പുതിയ തലമുറകളെക്കുറിച്ചുള്ള ആശങ്കകളും ആവലാതികളും പരാതികളുമൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ട യാഥാർത്ഥ്യം, ഒരു മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്നുള്ളത് നല്ല മാതൃകകൾ കുറവാണ് എന്നുള്ളതാണ്. അതുണ്ടാകണം, നല്ല മാതൃകകൾ ഉണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീട്ടിൽ നല്ല മാതൃക ഉണ്ടാകണമല്ലോ. സമൂഹത്തിൽ പല സ്ഥലത്തും ഇല്ല എന്നുള്ള പരാതി നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ നല്ല മാതൃക ഉണ്ടാകാനുള്ള ഒരവസ്ഥ നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയും, മാതാപിതാക്കൾ മക്കളോട് നന്മ പഠിപ്പിക്കുമ്പോൾ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഉദാഹരണം കാണാം. അല്ലിമു ഔലാദക്കും അസ്ദിഖ ബിൽ ഖൗലി വൽ ഫിഅലി. എങ്ങനെയാണ് സത്യം പഠിപ്പിക്കുക? സത്യസന്ധനാകണം എന്ന് അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കലല്ല, മറിച്ച് എന്താണ്, അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പഠിപ്പിക്കണം. നിങ്ങൾ ഓരോട് സംസാരിക്കുമ്പോൾ കളവ് പറയരുത്. നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ട് പിന്നെ അത് ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയാണ് സത്യസന്ധത പഠിപ്പിക്കാം. മഹാന്മാരായ സലഫുകൾ പറഞ്ഞത് കാണാം, നിന്റെ മക്കളെ നന്നാക്കാനുള്ളതിൽ ഏറ്റവും ഒന്നാമത്തെ നന്നാക്കേണ്ട വിഷയം അത് നീ നിന്നെയാണ് നന്നാക്കേണ്ടത്. ഇസ്ലാഹു കലി നഫ്സിക, അതാണ് ഒന്നാമത്തെ അവലായിട്ട് നന്നാക്കേണ്ട വിഷയം എന്നുള്ളത്. ഫഇന്ന ഉയൂനഹും മഅഖൂദതൻ ബിക, അവരുടെ കണ്ണുകൾ നിന്നിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു നോക്കുന്നത് നിന്നെയാണ് എന്നർത്ഥം. നീ എന്ത് പറഞ്ഞാലും എന്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്താലും അവർ നോക്കുന്നത് നിന്നെയാണ്, അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫൽഹസനു ഇൻദഹും മാ സനഅത, എന്താണ് അവരുടെ അടുക്കൽ നന്മ എന്ന് പറഞ്ഞാൽ നീ എന്താണ് ചെയ്യുന്നത് കാണുന്നത്, അതൊക്കെ നല്ല കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് അവർ മനസ്സിലാക്കുന്നത്. ഉമ്മാരും ഉപ്പാരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കൾ എന്താണ് നല്ലതായിട്ട് കാണുന്നത്, ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് അവർ മനസ്സിലാക്കുന്നത്, നമ്മളെന്താണോ ചെയ്യുന്നതായിട്ട് കാണുന്നത് അത് ചെയ്യേണ്ട കാര്യമായിട്ട് നല്ല കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കുക. വൽ ഖബീഹു ഇൻദഹും മാ തറക്ത്, നമ്മളെന്താണോ ചെയ്യാതെ ഉപേക്ഷിക്കുന്നത്, ഒഴിവാക്കുന്നത്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്, ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ന്, അത് മോശമായ കാര്യങ്ങളാണ് എന്നാണ് അവർ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമ്മയാണ് അവർ മാതൃകയാക്കുക. നമ്മളിൽ എന്താണോ കാണുന്നത് ആ കാണുന്നതാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിനെ, അതിൻ്റെ സ്വഭാവത്തിനെ, നമ്മളുടെ പെരുമാറ്റത്തിനെ, നമ്മുടെ പ്രവർത്തികളെ, ഇബാദത്തുകളിലും ദീനിൻ്റെ വിഷയത്തിലും നമ്മൾ കാണിക്കുന്ന താല്പര്യം, അതാണ് അവരും മാതൃകയാക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മാതൃകയാവുക എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. കുട്ടികൾക്കുള്ള തർബിയത്ത്, അത് ഇസ്ലാമികമാരുമായിട്ടുള്ള തർബിയത്ത് നൽകുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തടികളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള വചനം നമ്മോട് അറിയിക്കുന്നത് അതാണ്. നമ്മുടെ മക്കൾക്ക് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മക്കളാണ്. ആ കുടുംബം എന്ന് പറയുമ്പോൾ ആ മക്കൾക്ക് ഏറ്റവും നല്ലതായ തർബിയത്ത് നമ്മൾ നൽകണം. അത് ഏറ്റവും പ്രധാനം. അതാണ് അവരെ നരകത്തിൽ നിന്ന് കാക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ പരലോകത്തെത്തിയിട്ട് നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ മക്കളെ കാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അത് നമ്മളെ മക്കളെ നരകത്തിൽ നിന്ന് കാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട സുരക്ഷയായിട്ടുള്ള എന്തെല്ലാം കാര്യമുണ്ടോ ആ ദീനിയായിട്ടുള്ള മര്യാദകളും അദബുകളും ദീനിപരമായിട്ടുള്ള വിശ്വാസവും മതവിജ്ഞാനവും അത് അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടുന്ന് ദുനിയാവ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഈ ആയത്തിൻ്റെ അർത്ഥം അല്ലിമു അഹ്ലീകും ഖൈറ, നിങ്ങളുടെ കുടുംബത്തിനെ, നിങ്ങളുടെ ഭാര്യമാരെ, മക്കളെ നിങ്ങൾ നന്മ പഠിപ്പിക്കുക. അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു തരാണ്. വേറെയും സഹാബിമാർ അപ്രകാരം പറഞ്ഞത്, അദ്ദിബൂഹും, നിങ്ങൾ അവർക്ക് അദബ് പഠിപ്പിക്കുക, ഇസ്ലാമികപരമായ മര്യാദ പഠിപ്പിക്കുക. വഅല്ലിമൂഹും, ഇസ്ലാമികപരമായ അറിവുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതാണ് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ തർബിയത്ത്, ഇസ്ലാമികപരമായ തർബിയത്ത് നൽകുന്നതിൽ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷനാണ് വരുന്നത്. ഇതുവരെ സ്കൂളിൻ്റെയും പരീക്ഷകളുടെയൊക്കെ സമയത്ത് മാതാപിതാക്കൾ പോലും പറയൽ എന്താണ്, അവന് ഇന്ന ക്ലാസ്സാണ്, പിന്നെ സ്പെഷ്യൽ ക്ലാസ്സാണ്, ട്യൂഷനാണ്, പരീക്ഷയാണ് എന്നാണ് പറയാം. മതപരമായ എന്തെങ്കിലും ക്ലാസ്സുകൾക്കോ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കോ മതപരമായ പഠനത്തിനും സമയം കാണുന്നില്ലേ, ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പലരും പറയാറുള്ള കാര്യം ഇതാണ്. അതൊക്കെ കഴിഞ്ഞ് വെക്കേഷനിലേക്ക് എത്തുമ്പോൾ ഇതുവരെ നമ്മൾ കൊടുക്കാൻ വിട്ടതൊക്കെ കൊടുക്കാനുള്ള ഒരു സമയമായിട്ട് മതപരമായ നിലക്കുള്ള അദബുകളും ഇൽമും ഖുർആൻ പഠിക്കാനും
മതപരമായ വിജ്ഞാനങ്ങൾ നൽകാനുള്ള സമയമായിട്ട് ഈ വെക്കേഷൻ നമ്മൾ കാണണം. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെയും പിന്നെ കുറേ ട്യൂഷനും കുറേ അങ്ങനെ ആ രൂപത്തിലുള്ള ഒരുപാട് കോഴ്സുകളും അതൊക്കെ ഉണ്ടാവും. പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ടാകും. അതൊക്കെ പഠിക്കാനുള്ള പിന്നെ ആവശ്യമായത് ഏറ്റവും ഉപയോഗപ്പെടുന്നത് തിരഞ്ഞെടുത്ത് അതൊക്കെ ഈ ഒരു അവധി ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ പറ്റും. അതോടൊപ്പം പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ ഭൗതികമായ പഠനങ്ങൾ തടസ്സമാക്കിക്കൊണ്ടും കാരണമായി പറഞ്ഞിട്ടുള്ള മതപഠനത്തിൻ്റെ വിഷയത്തിൽ ഈ ഒരു വെക്കേഷൻ അവധി ദിവസങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനും ആ ഇതുവരെ വിട്ടുപോയതൊക്കെ പൂർത്തീകരിക്കാനുള്ള ഒരവസരമായിട്ടും നമ്മൾ വെക്കേഷനെ കാണേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മുടെ ഒരു ഒഴിവ് സമയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് നമ്മുടെ മക്കളും പിന്നെ നമ്മളുമൊക്കെ ആ ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ക്ഷമ കാണിക്കുക എന്നുള്ളത് അതിൻ്റെ ഘടകങ്ങളിൽപ്പെട്ടതാണ്. നിരന്തരമായ ഉപദേശങ്ങളും നല്ല മാതൃകയും ആ നിലക്ക് അതിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകന്മാരോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നീ നിന്റെ കുടുംബത്തിനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, നീ അതിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ ക്ഷമ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുണ്ടാകേണ്ടതുണ്ട്, അത് അനിവാര്യമാണ്. ക്ഷമയോടുകൂടിയായിരിക്കണം. അതേപോലെ തന്നെ സ്നേഹത്തോടു കൂടിയായിരിക്കണം. അവരോടുള്ള അടുത്ത ബന്ധത്തോടു കൂടിയായിരിക്കണം. അവരോട് യാതൊരു ബന്ധവും സ്നേഹബന്ധവും പുലർത്താതെ, അവരോടൊന്ന് അടുത്തിടപഴകാതെ, ആ നിലക്കുള്ള ഒരു പെരുമാറ്റമോ സംസാരമോ ഒന്നുമില്ലാതെ, ഒരു പ്രോത്സാഹനം നൽകാനോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ പിന്നെ അവരോട് പറഞ്ഞാൽ ഉപദേശങ്ങൾ നടത്തിയാൽ അത് ഫലപ്പെട്ടു കൊള്ളണമെന്നില്ല. ആ നിലക്ക് നമ്മളത് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകുമ്പോൾ, തർബിയത്ത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അതുപോലെ തന്നെ തിന്മകളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തിന്മകൾ കണ്ടാൽ അത് തിരുത്തണം. പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ ഇല്ലാതെ പോയിട്ടുള്ള വിഷയം അതാണ്. അത് മക്കളല്ലേ, അത് ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കുട്ടി വലുന്ന് 18 ആയാലും 20 വയസ്സായാലും ഒക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് തിരുത്തുന്ന അവസ്ഥയല്ല. ഏറ്റവും ചെറിയ കുട്ടീനെ പോലും അത് തെറ്റാണെന്ന് പറയുകയും തിരുത്തുകയും ചെയ്യുക. ആ കുട്ടിനോട് പെരുമാറേണ്ട രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നതാണ് അല്ലെ. ആ സക്കാത്തിന്റെ മുതലിൽ നിന്ന് ഒരു ഈത്തപ്പ എടുത്ത് വായിലേക്ക് ഇട്ട് അത് തിന്നുകൊണ്ടിരിക്കണം കുട്ടി. കുട്ടിയല്ല തിന്നോട്ടെ എന്നല്ല, അത് വായിൽ നിന്ന് വിരലിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുത്ത് ഇത് നമുക്ക് തിന്നാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് തർബിയത്ത്. ആ തർബിയത്ത് അത് ആ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സദസ്സിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ അല്ലെ, ചെറിയ കുട്ടിയായിരുന്ന സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഹദീസുകൾ നമ്മൾ വായിക്കുന്ന വിഷയമാണത്. ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള കാര്യം അദ്ദേഹം ഓർത്തെടുത്ത് പറയണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൈ ആ സദസ്സിലിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നീളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം എന്നോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞത്, യാ ഗുലാം, കുട്ടി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, നിന്റെ വലത് കൈ കൊണ്ട് തിന്നണം, നിന്റെ ഭാഗത്തുനിന്ന് കഴിക്കണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രൂപത്തിൽ അത് ഉപദേശിച്ചു തരുന്ന, കുട്ടികൾ എന്തെങ്കിലും കാട്ടിക്കോട്ടെ എന്നുള്ളതല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടല്ലേ ഇല്ല. ആ നിർദ്ദേശങ്ങൾ അതിൻ്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അതുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്കുള്ള ഉപദേശങ്ങളും തിരുത്തലും നടത്താൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക എന്നുള്ളത്. കൂട്ടുകെട്ട് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തിന്മയുടേതായ കൂട്ടുകെട്ടുകൾ അത് ഒരു മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കുന്നുള്ളതിൽ സംശയമില്ല. തിന്മയാണ് പകരുക, രോഗമാണല്ലോ പകരുക. ആരോഗ്യമുള്ള അടുത്താൾ ഇരുന്നു കൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല, പക്ഷെ രോഗിയുടെ അടുത്തിരുന്നാൽ രോഗം പകരാൻ സാധ്യത ഉള്ളതാണ്. അതുപോലെ തന്നെയാണ് തിന്മകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വിഷയമാണത്. ഒരാൾ അയാളുടെ ഉറ്റ ചങ്ങാതിൻ്റെ മതത്തിലായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരെയാണ് അവൻ ആ നിലയ്ക്ക് ചങ്ങാതികളായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരും പരിശോധിച്ച് കൊള്ളട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുള്ളത്. മാതാപിതാക്കൾക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സുകൾ ആരൊക്കെയാണ്, അവരുടെ കൂട്ടുകാരൊക്കെയാണ്, ഏതൊക്കെയാണ് കൂട്ടുകെട്ടുകൾ എന്നുള്ളത് ഒരു മാതാപിതാക്കൾ അത് ആ വിഷയത്തിൽ അറിയണം. അത് നിർബന്ധമായിട്ടുള്ള വിഷയമാണ്. നന്മയുടെ കൂട്ടുകെട്ടുകളാകുമ്പോൾ ആ നന്മയുടേതായ സാഹചര്യത്തിൽ നമ്മുടെ മക്കൾക്ക് ജീവിക്കാൻ എളുപ്പമുണ്ടാകും. തിന്മയുടെ കൂട്ടുകെട്ടുകളാകുമ്പോൾ ആ തിന്മ അത് വേഗത്തിൽ പകരും. നന്മ പകരുന്നതിനേക്കാൾ വേഗത്തിൽ തിന്മ പകരും എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള വളർച്ച അത് ഏറ്റവും പ്രധാനപ്പെട്ട തർബീയത്തിൽ ദീനിയായിട്ട് ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദും പരലോകത്തിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും വിശ്വാസവും അതിനെക്കുറിച്ച് യാതൊരു ധാരണയും നമ്മുടെ മക്കൾക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റ് കാര്യങ്ങൾ ലഹരിയെക്കുറിച്ചും
ഇവിടെ മറ്റ് നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ചും തോന്നിവാസങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് പറഞ്ഞെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അത് ഫലപ്പെടണമെന്നില്ല. മറിച്ച് ഏറ്റവും ആദ്യം അവർക്ക് ഏറ്റവും ശരിയായ വിശ്വാസം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചും പരലോക വിശ്വാസത്തിനെ കുറിച്ചും നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കണം. അതവർക്കുണ്ട്, അതിൽ യാതൊരു അബദ്ധവും അവർക്ക് സംഭവിച്ചിട്ടില്ല, ആ വിശ്വാസവും ധാരണവും കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള വിശ്വാസം അതാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ നമ്മൾ വായിക്കുന്നതും ഒന്നാമത് തൗഹീദ് കൊണ്ടാണ് തുടങ്ങുന്നത് അല്ലെ. ആ നിലക്ക് ഉള്ള കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കാരം അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് 7 വയസ്സ് മുതൽ ആ നിലക്ക് നിസ്കാരം നമ്മൾ കൽപ്പിക്കേണ്ടതാണ്. ഈ അവധിക്കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ അടുത്താണ് കൂടുതൽ സമയം നമ്മുടെ മക്കളുള്ളത് എങ്കിൽ അവരുടെ ഓരോ 5 നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. 5 നേരം ആ നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുകയും അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും ചെയ്യണം. അത് ദീനിന്റെ നിർബന്ധമായിട്ടുള്ള കൽപ്പനയാണത്. ആ നിലക്ക് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കളെ സ്വാലിഹീങ്ങളാക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം? പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് എണ്ണി പഠിപ്പിച്ചെന്നത് കാണുവാൻ സാധിക്കും. അത് ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യവും നമ്മൾ നിർവഹിക്കേണ്ടതായ ബാധ്യതയും ഉത്തരവാദിത്വവും ഇബാദത്തുമാണത്. മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തുക, അവർക്ക് ഏറ്റവും നല്ല തർബിയത്ത് നൽകുക എന്നുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായിക്കൊണ്ട് നാളെ സ്വർഗത്തിൽ നമ്മോട് കൂടെ അവരെ ചേർക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളും മക്കളും തമ്മിൽ പ്രായത്തിൽ വലിയ അന്തരം ഉണ്ടാവും. ചില ആളുകളൊക്കെ വളരെ അധികം വ്യത്യാസം ഉണ്ടാകും. വളരെ കുറഞ്ഞ കാലമേ മക്കളുമായിട്ടൊക്കെ ജീവിക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ അവരുടെ ഒരു വിവാഹമോ അവരുടെ മക്കളെയോ അല്ലെങ്കിൽ അവരുടെ ഒരു വീടുണ്ടാക്കുന്നതോ ഇങ്ങനെ പലതും സാധാരണ പ്രായമായ ആളുകൾ പറയാം ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊക്കെ പൂതി. പക്ഷെ ഒരു പക്ഷെ അതൊന്നും കാണാനും പൂർത്തീകരിക്കാനുള്ളൊരവസരം ദുനിയാവിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ മരണപ്പെട്ടാലും നമ്മൾ ആദ്യം മരണപ്പെട്ടാലും ഒക്കെ നാളെ പരലോകത്ത് നമ്മളെയും നമ്മുടെ മക്കളെയും ഒരുമിച്ച് ചേർക്കും. അത് സ്വാലിഹീങ്ങളായിട്ടുള്ള മക്കൾക്കും ആ നിലക്ക് ഉള്ള യോഗ്യരായിട്ടുള്ള രക്ഷിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. സ്വർഗത്തിലെത്തുമ്പോൾ അവരെ ഒരുമിച്ച് ചേർക്കും. പിന്നീട് എല്ലാ കാലവും അവർക്ക് ഒരുമിച്ച് ആ നിലക്ക് സ്വർഗീയമായ സുഖങ്ങളിൽ സന്തോഷങ്ങളിൽ ജീവിക്കാൻ അവർക്ക് സാധ്യമാകുന്നുള്ളതാണ്. വിശുദ്ധ ഖുർആന്റെ പല വചനങ്ങളിലും ആ വിഷയം ഉണർത്തി നമുക്ക് കാണുവാൻ സാധിക്കും. ജന്നാതു ആദിനിൻ യദ്ഖുലൂനഹ, അവരാ സ്വർഗത്തിന്റെ സ്ഥിരമായ സ്വർഗീയമായ തോപ്പുകളിൽ അവർ പ്രവേശിക്കും. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവർ മാത്രമല്ല അവരുടെ കൂടെ അവരുടെ മാതാപിതാക്കളും. അതുപോലെ തന്നെ വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മക്കളും അവരുടെ ഇണകളും ഒക്കെ അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതാ ആരൊക്കെയാണോ നന്മയിൽ ജീവിച്ചിട്ടുള്ളത്, സ്വാലിഹീങ്ങളായിട്ടുള്ളത് ആരൊക്കെയാണോ അവർക്ക് കിട്ടുന്ന അള്ളാഹുവിൻ്റെ അടുക്കുന്ന അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള വലിയ നിഅമത്താണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് പ്രതിഫലം തുടർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ മക്കളിലൂടെ നമ്മളവരെ സ്വാലിഹീങ്ങളായി വളർത്തുന്ന പക്ഷം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നേട്ടങ്ങൾക്കും അതിൻ്റെ പ്രതിഫലത്തിൽ നിന്നുള്ള വിഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിലും നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കിട്ടും. സ്വാലിഹീങ്ങളായ മക്കളുടെ അടയാളമാണ് അവരുടെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കും, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. അവർക്ക് സ്വർഗീയമായ നേട്ടങ്ങളും ഉയർച്ചകളും ലഭിക്കും. അത് എന്തുകൊണ്ടാണ് ഇത് ലഭിക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നതാണ് ബിസ്തിഗ്ഫാരി വലദിക, നിന്റെ മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് എന്ന് പറയുന്നത് ഹദീസിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരാൾ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങൾ അവസാനിക്കുന്നു ചിലതൊഴികെ എന്ന് പറഞ്ഞ് എണ്ണിയതിൽ വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹായ സന്താനം, അത് അവൻ്റെ കർമ്മത്തിനെ തുടർത്തുന്നതാണ്. യദുഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രാർത്ഥനയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകളും അതിൻ്റെ പുണ്യങ്ങളും അത് മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കളെ നല്ല നിലക്ക് തർബിയത്ത് നൽകാതെയാണ് ഈ ലോകത്ത് നമ്മളുടെ ജീവിതം അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ വിഹിതവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവർ ചെയ്തതിൻ്റെയും അതിൻ്റെ അനന്തര ഫലങ്ങളുടെയും കുറ്റം അവരുടെ മേലുണ്ടാകും. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് തർബിയത്ത് നൽകാത്തതിൻ്റെ, അവരെ ആ നിലയ്ക്ക് ശിക്ഷണം നൽകാത്തതിൻ്റെ, നന്മ പഠിപ്പിക്കാത്തതിൻ്റെ, ദീനീപരമായ ബോധത്തിൽ വളർത്താത്തതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമ്മളും ആ കുറ്റത്തിൽ പങ്കാളികളാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ അതിൻ്റെ
അനന്തരഫലം നമുക്ക് കൂടി അനുഭവിക്കേണ്ടി വരും, നമ്മുടെ മേൽ കൂടി അതിൻ്റെ പാപഭാരം നമ്മൾ വഹിക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാലിഹീങ്ങളായ മക്കളാക്കി വളർത്താൻ വളരെ നല്ല നിലക്കുള്ളൊരു പരിശ്രമവും പ്രാർത്ഥനയും നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രാർത്ഥന അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു. മഹാന്മാരായ സലഫുകളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ഫുദൈൽ ബിൻ ഇയാദ് റഹിമഹുള്ളയെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അദ്ദേഹം തൻ്റെ മകൻ്റെ വിഷയത്തിൽ വളരെ നന്നായി പരിശ്രമിച്ച ആളാണ്, വളരെ ബുദ്ധിമുട്ടിയ ആളാണ്. മകനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ എന്നുള്ളതാണ്. എന്നിട്ട് അവസാനം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവിനോട്, ഇദ്ദേഹത്തിനോട് നല്ല സ്വാലിഹാക്കണമേ എന്ന് വളരെ നന്നായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നീട് ഫുദൈൽ ബിൻ ഇയാദിൻ്റെ മകനെ കുറിച്ച് പറയുമ്പോൾ മകൻ അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്. ഫുദൈൽ ബിൻ ഇയാദ് നമ്മുടെ മുൻഗാമികൾപ്പെട്ട സലഫുകൾപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും നല്ല ആളാണ്, അദ്ദേഹത്തിൻ്റെ മകൻ അതിനേക്കാളും നല്ല ആളാണ് എന്നുള്ള നിലയ്ക്ക് ചരിത്രത്തിൽ നമ്മൾ പ്രയോഗങ്ങൾ വായിക്കുന്നത് കാണാൻ പറ്റും. ആ നിലയ്ക്ക് പ്രാർത്ഥന അതേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒഴിവ് സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ നമ്മുടെ പഠനകാലത്ത് നമ്മുടെ മക്കളുടെ ഈ പഠനത്തിൻ്റെയും പരീക്ഷയുടെയും ഒക്കെ തിരക്കുകൾക്കിടയിൽ നമുക്ക് നൽകാൻ പറ്റാത്ത ദീനീപരമായിട്ടുള്ള വിജ്ഞാനങ്ങളും വേണ്ട പരിശീലനങ്ങളും ഇസ്ലാമികമായ മര്യാദകളും ഉപദേശങ്ങളും ഖുർആനിൻ്റെതും ഹദീസിൻ്റെയുമായ വിജ്ഞാനങ്ങളുമൊക്കെ പകർന്നു നൽകാനുള്ള സംവിധാനങ്ങളും അതല്ലാതെയും നമ്മുടെ വീട്ടിൽ നിന്നും ഒക്കെയായിക്കൊണ്ട് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു ശ്രദ്ധയും പരിഗണനയും ഈ ഒരു വിഷയത്തിൽ നമ്മളെല്ലാവരും കാണിക്കുകയും ആ ഒരു താല്പര്യം നമ്മൾ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.